സിനിമയിലും ടെലിവിഷൻ പരമ്പരയിലും ഒരുപോലെ സജീവമാണ് നടി മഞ്ജു പത്രോസ്. ടെലിവിഷൻ റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് സിനിമയിൽ ചെറിയ റോളുകൾ അഭിനയിച്ചു തുടങ്ങി. ഇതിനിടെ ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോയതോടെ മഞ്ജു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടു. നിറത്തിൻ്റെയും ശരീരാകൃതിയുടെ പേരിലും പലപ്പോഴും നടി പരിഹസിക്കപ്പെടാറുണ്ട്. അങ്ങനെ വിമർശനങ്ങൾക്ക് നടുവിലും മഞ്ജുവിനെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ നടിയുടെ ഏറ്റവും വലിയൊരു ആരാധിക കാണാൻ വന്നതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ചെറുപ്രായം മുതൽ മഞ്ജു പത്രോസിനെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ് മൈൽ സ്റ്റോൺസ് മേക്കേഴ്സിൻ്റെ പരിപാടിയിലൂടെ നടിയെ കാണാനെത്തിയത്. ശേഷം വിശേഷങ്ങൾ പറയുന്നതിനിടെ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് മഞ്ജു ആരാധികയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ ഡിപ്രഷനിലായിപ്പോയപ്പോഴാണ് മഞ്ജു ചേച്ചിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതെന്നാണ് ആരാധിക പറഞ്ഞത്. എന്നാൽ തനിക്കത് സ്ഥിരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് മറുപടിയായി മഞ്ജു പറഞ്ഞു. സ്റ്റേജ് അവാർഡൊക്കെ കിട്ടിയതിന് ശേഷവും എന്നെക്കുറിച്ച് മോശമായി ഇങ്ങോട്ട് വന്ന് സംസാരിച്ച ആർട്ടിസ്റ്റുകൾ വരെയുണ്ടെന്ന് മഞ്ജു പറയുന്നു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും കളറിൻ്റെയും വണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ കളിയാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. എന്തെങ്കിലും വിഷയം വന്നാൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. നിറവും വണ്ണവും ഒന്നുമല്ല കാര്യമെന്ന് തെളിയിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിഷമിപ്പിക്കാൻ വന്നാൽ അതിനും അപ്പുറം കടക്കാൻ പറ്റുമെന്ന് സ്വയം വിശ്വസിക്കുന്നയാളാണ് ഞാനെന്ന് മഞ്ജു പറയുകയാണ്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പാണ് എനിക്ക് അപകടമുണ്ടാവുന്നത്. മുഖം വല്ലാതെ വീർത്ത് കരുവാളിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴും ഫോണിലുള്ള പഴയ ഫോട്ടോസ് എടുത്തു നോക്കിയാൽ പേടിയാവും. കാരണം ഒരു വശമൊക്കെ ചുളുങ്ങിപ്പോയതുപോലെയാണ്. പിന്നെ പ്ലാസ്റ്റിക് സർജറിയാണ് ചെയ്തത്. ശേഷം 11ാമത്തെ ദിവസം അഭിനയിക്കാൻ വന്നു. അന്ന് മുഖമൊക്കെ സർജറി ചെയ്ത് പാടുകളുണ്ട്. മാത്രമല്ല സ്റ്റിച്ചിട്ട നൂലുകളൊക്കെ പതിയെ പൊങ്ങി വരാൻ തുടങ്ങി. ഒരു ടേക്ക് കഴിയുമ്പോൾ നൂലൊക്കെ പൊങ്ങി വരുന്നതായി കാണാം. പക്ഷേ ആ കഥാപാത്രം ചെയ്യാൻ വിധിയുണ്ടായിരുന്നത് എനിക്കാണ്. അതുകൊണ്ട് ചെയ്തു. യഥാർത്ഥത്തിൽ കലയുടെ ആള് മറ്റൊരു കലാകാരനെ ഇതൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കില്ലെന്നാണ് മഞ്ജു പറയുന്നത്. ഇതുപോലെ ആരാധിക സ്നേഹിക്കുന്നതും കാണാൻ വരുന്നതും ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലിയ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പാവമാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ജാടയും അഹങ്കാരവുമൊക്കെയാണെന്നാണ് പലരും കരുതി വച്ചിരിക്കുന്നത് എന്നും മഞ്ജു പറയുന്നു.